വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീർ വീണ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. 200-ലധികം മൃതശരീരങ്ങൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തങ്ങളും ദുഃഖങ്ങളുമാണ് ഈ മണ്ണിൽ ഉണ്ടായത്. നമുക്ക് തകർന്നു പോയ മനുഷ്യരുടെ കഥയാണ് ഇപ്പോൾ ഈ 3 ഗ്രാമങ്ങൾക്ക് നമ്മോട് പറയാനുള്ളത്. ഈ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ കണ്ട ലോക മലയാളികളും മറ്റുള്ള ആളുകളും നെഞ്ചുപൊട്ടി കരഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്ര കൂടുതൽ ദുരന്തങ്ങൾ വിതച്ച മരണം മലമുടിയിൽ നിന്ന് പെയ്തിറങ്ങുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത്. ആ രാത്രി 2 തവണ ഈ മലമുടിയിൽ നിന്ന് മരണം പൊട്ടിയൊഴുകി വന്നപ്പോൾ എത്രയോ മനുഷ്യർക്ക് 600-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആദരാഞ്ജലികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരുപക്ഷെ നമുക്ക് എന്തു പറഞ്ഞാലും, എത്ര നമ്മൾ സമാധാനിപ്പിച്ചാലും, എത്ര കൗൺസിലിംഗ് കൊടുത്താലും എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യരുടെ കഥ ഈ മുണ്ടക്കയും ചൂരൽമലയും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് എന്ന ഞങ്ങളുടെ സ്റ്റാർ അവതാരകൻ, സ്റ്റാർ പ്രസൻറ്റർ തയ്യാറാക്കിയ ഒരു ഷോ റീലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആ രാത്രിയിൽ വയനാടിൻ്റെ ഈ 3 ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ഒരു ഷോ റീൽ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ചുരം കയറി എത്തുന്നതും മലനാട്ടിലേക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെ തലപ്പൊക്കത്തിനിടയിൽ നീട്ടി വിരിച്ചൊരു പച്ച പരവതാനി പോലെ സുന്ദരമായ നാട്. സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിലെ പീഠഭൂമി. തേയിലത്തോട്ടങ്ങളും വനപ്രദേശവും ചുറ്റി വന്നാൽ കൺനിറയെ വയലേലകൾ കാണാം. വയൽനാടും വനനാടും മലനാടും പിന്നീട് വയനാടെന്ന് അടയാളപ്പെടുത്തി. വെള്ളക്കാരനെയും സാക്ഷാൽ ടിപ്പു സുൽത്താനെയും കൊതിപ്പിച്ച മണ്ണിന് മക്കളുടെ മാനം കാത്ത വീരപഴശ്ശിയുടെ വാൾമുനയുടെ ശൗര്യമുണ്ട്. കാടിന്റെ അതിർത്തി താണ്ടിയെത്തുന്ന വന്യമൃഗങ്ങളോട് മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച മനുഷ്യരുടെ അസാധാരണമായ പോരാട്ട വീര്യത്തിന്റെ ചരിത്രമുണ്ട്. ഈ നാട് തലകുനിച്ചത് പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. 2 ആഴ്ചയായി വെള്ളരിമലയിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. സീതമ്മക്കുണ്ടും കടന്നു മലവെള്ളം ചൂരൽമല പുഴയിലൂടെ കുതിച്ചൊഴുകുന്നു, മുമ്പെങ്ങും കാണാത്ത വിധം. പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും അന്നുറങ്ങാൻ കിടന്നത് ഇതെന്തൊരു മഴപ്പെയ്ത്തെന്നുള്ളിൽ പറഞ്ഞാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ വാർഡുകൾ. പുത്തുമല മുതൽ നീലിക്കാപ്പ്, ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സെന്റിനൽ റോക്ക് തേയില എസ്റ്റേറ്റിന്റെ പിറവിയാണ് പ്രദേശത്തിന്റെ മുഖഛായ മാറ്റിയത്. തദ്ദേശീയരെ കൂടാതെ കുടിയേറ്റ തൊഴിലാളികളും അവരുടെ പരമ്പരയും ഈ മണ്ണിന്റെ സ്വന്തക്കാരായി. പാടികളിൽ നിന്ന് ജീവിതം സ്വന്തം പേരെഴുതിയ മണ്ണിലേക്കും കൂരകളിലേക്കും പറിച്ചു നടാൻ ഒരു തലമുറ കടൽ കടന്നു. ഭൂപ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി നാട് വളർന്നു. വീടുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ചൂരൽമലയും മുണ്ടക്കയും ചെറുപട്ടണങ്ങളുടെ മോടിയിലായി. വെള്ളരിമലയുടെ താഴ്വാരത്ത് വെള്ളാർമല സ്കൂൾ നാടിന്റെ അക്ഷര വെളിച്ചമായി. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്ന
പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. മരണം മലയിറങ്ങിയ സമയം. മുണ്ടക്കയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ പുഞ്ചിരിമട്ടത്തിനും മുകളിലായി വനമേഖലയിലുള്ള കൂറ്റൻ മലയായ വെള്ളൊലിപ്പാറയിൽ നിന്ന് ഉരുൾപൊട്ടി. മലയുടെ വലിയൊരു ഭാഗമടർന്ന് താഴേക്ക് പതിച്ചു. കുത്തിയൊഴുകിയ വെള്ളവും പാറക്കൂട്ടങ്ങളും 15 മിനിറ്റിനുള്ളിൽ മുണ്ടക്കയിലെത്തി. വീടുകൾ നിലം പൊത്തി. വൈദ്യുതി ഫോൺ ബന്ധം നിലച്ചു. വെള്ളാർമലയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് 3.25 കിലോമീറ്റർ താഴെ മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളമെത്താത്ത സ്ഥലങ്ങൾ തകർന്നടിഞ്ഞു. മലവെള്ളം ചൂരൽമലയിലേക്ക് ഇരച്ചെത്തി. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെയും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചൂരമ്പല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെയും ഒന്ന് നിങ്ങളൊന്ന് പറ. കുത്തൊഴുക്കിൽ പാറക്കൂട്ടങ്ങളും മരങ്ങളും ചെന്നിടിച്ച് വീടുകളും കെട്ടിടങ്ങളും നിലം പരിശായി. ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായി തകർന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം അപ്രത്യക്ഷമായി. മുണ്ടക്കൈ LPSഉം വെള്ളാർമല സ്കൂളും അസ്ഥിപഞ്ജരം മാത്രമായി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാണ്? ഈ പരീക്ഷയുടെ സമയത്ത് ഞാനും ഉണ്ണികൃഷ്ണൻ സാറും 7:30 ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് രാത്രി 9 മണി വരെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ ബോഡി കിട്ടി. ശരൺ അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഞങ്ങളുടെ അധ്വാനം മുഴുവനും പോയില്ലേ. ഉറക്കത്തിലായിരുന്നവരിൽ പലരും ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവർ ഒലിച്ചു പോകുന്നതും ചെളിക്കെട്ടിൽ താണുപോകുന്നതും നിസ്സഹായരായി കണ്ടുനിന്നു. തണുത്തുറഞ്ഞ വെളുപ്പാങ്കാലത്ത് നാടു ശവപ്പറമ്പായതുകണ്ട് പ്രാണൻ ബാക്കിയായവർ വാവിട്ട് നിലവിളിച്ചു. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേടി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി. അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി. ആരെങ്കിലും ഒന്ന് ഓടി വരി. വെളിച്ചം വീഴുന്നതിനു മുമ്പ് തന്നെ മലയാള നാടിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ചൂരൽമലയിലും വെള്ളാർമല സ്കൂൾ പരിസരത്തു നിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്തു. ആംബുലൻസും രക്ഷാവാഹനങ്ങളും തലങ്ങും വിലങ്ങും പാഞ്ഞു. പാതി വീണ വെട്ടത്തിൽ ചെളിയും ചോരയും കലർന്ന മരവിപ്പിൽ അതിജീവിച്ചവർ തിരിച്ചറിഞ്ഞു. 3.5 മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഉരുൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. മുണ്ടക്കൈ മദ്രസ, LP സ്കൂൾ, IB, ട്രീവാലി റിസോർട്ട്, എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലൊക്കെ കുടുങ്ങിയ മനുഷ്യരെ സൈന്യവും NDRFും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസേനകളും അതിസാഹസികമായി പുറത്തെത്തിച്ചു. അതിനിടെ ചാലിയാർ നദി മൃതവാഹിനിയായി മാറിയിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് 38 കിലോമീറ്റർ അകലെ നിലമ്പൂരിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ച് സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടി.
ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൂരയിൽ ഉച്ചവരെ ചേർത്തണച്ചുറങ്ങിയവർ. നാളെ പകലിൽ ചെയ്തു തീർക്കാനുള്ളത് എന്തൊക്കെയെന്ന് മനസ്സിൽ ഉറപ്പിച്ചവർ. മകളുടെ, മകന്റെ, അമ്മയുടെ, അച്ഛന്റെ, പങ്കാളിയുടെ കൂടെപ്പിറപ്പിന്റെ സ്വപ്നത്തെ കൈപിടിച്ചു കൊണ്ടു നടന്നവർ. ഒരു രാത്രിക്കിപ്പുറം വീടുകൾക്കുള്ളിൽ, ചെളിക്കെട്ടിൽ, പാറയിടുക്കിൽ, മലമടക്കിൽ ചിതറിത്തെറിച്ച തണുത്തുറഞ്ഞു പോയവർ. അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ ജനിതക വിലാസവും പേറി പുത്തുമലയുടെ താഴ്വരയിൽ ഒന്നിച്ചുറങ്ങുന്നവർ. നിധി പോലെ കാത്ത കളിപ്പാട്ടങ്ങളിൽ ചെളി പുരണ്ടിട്ടുണ്ട്. പാവക്കുട്ടികളിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. പുസ്തക സഞ്ചികൾ പിഞ്ചി കീറിയിട്ടുണ്ട്. കുഞ്ഞുടുപ്പുകളിൽ പിന്നെയും പിന്നെയും നോവിന്റെ നനവു പടരുന്നുണ്ട്. പള്ളിക്കുഴിയിലേക്കെടുത്ത തുണിക്കെട്ടിനുള്ളിൽ പ്രപഞ്ചം അപ്പാടെ അസ്തമിച്ചുറങ്ങുന്നുണ്ട്. ഉള്ളു പൊട്ടുന്നുണ്ട്. ഉരുളുഴുതുമറിച്ച ആ ഘോര രാത്രി ബാക്കി വെച്ച മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഈ മണ്ണിൽ ശേഷിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ ഒരു തിരച്ചിലിനും പിടികൊടുക്കാതെ മണ്ണായ മനുഷ്യർ നിരവധിയാണ്. ഉറ്റവരും ഉടയവരും ഭൂമിയും വീടും വാഹനങ്ങളുമടക്കം ഒരായുഷ്കാലത്തെ സകലതും സർവ്വതും നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. എവിടെയാണ് എന്താണെന്ന് ഞാൻ എല്ലാ ബോഡിയും ഞാൻ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാവും എൻ്റെ മോളും പറഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അശ്വനിപാതം പോലെ പെയ്തിറങ്ങിയ ദുരന്തത്തെ അതിജീവിച്ച് ആതുരാലയങ്ങളിൽ കഴിയുന്നവർ നിരവധിയാണ്. ബോധം വരുന്ന സമയത്ത് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി കുഴീൻ്റെ ഉള്ളിലാണ്. എന്തോ ഭാഗ്യത്തിന് ശ്വാസം എടുക്കാൻ പറ്റി. ഒരു 2 സെക്കൻഡ് സാറ്റ് എടുക്കാൻ പറ്റി. ആ ശ്വാസത്തിനുള്ളിലാണ് ഞാൻ കുഴിയിൽ നിന്ന് കയറി വന്നു. എന്നെ കിട്ടിയ സ്പോട്ടിലേക്ക് ഞാൻ മണിക്കൂറുകളെടുത്തിട്ടാണ് എഴഞ്ഞ് വന്ന്. എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ആശുപത്രി മുറികളും ദുരിതാശ്വാസ ക്യാമ്പുകളും വിട്ട് വാടക വീടുകളിൽ ജീവിതം തുന്നിക്കെട്ടുന്നവർ നിരവധിയാണ്. ഇവിടെ എത്തുന്നവരെ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോൾ ജീവൻ ഉണ്ടാട്ടെ. പക്ഷെ ഞാനൊരു എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയോട് ചിലപ്പോൾ കിട്ടും. ഇവിടെ വന്നപ്പോഴും മോനെ അടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മാനോട് ഒന്ന് പറയും, എനിക്കിത് പറയണം. ഉമ്മ പ്രാർത്ഥിച്ച് ചിലപ്പോൾ മോൻ ഇഷ്ടപ്പെട്ട് ജീവൻ ഉണ്ടാവും എടുക്കുമ്പോൾ. കണ്ണുനീർ വറ്റിയ മനുഷ്യരെ ഇനിയും കരയാൻ വിടരുത്. അവർക്ക് കരുണ കൈയാകണം. ഹൃദയം പൊട്ടി വിലപിക്കുന്ന പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലയെ ജനകീയ പങ്കാളിത്തത്തോടെ 24 ചേർത്തു പിടിക്കുകയാണ്. കൂടെപ്പിറപ്പുകളുടെ അതിജീവനം ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നു. മനുഷ്യസ്നേഹത്തിന്റെ പരകോടിയിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾ 24 വാക്കുതരുന്നു. ടീം 24 വയനാട്. നമ്മുടെ വാർത്താ സംഘം പകർത്തിയ ദൃശ്യങ്ങളും അനുഭവങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. വയനാട്ടിലുള്ള നമ്മുടെ 24 ഫ്ലവേഴ്സിനെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഈ പരിപാടി എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ പരിപാടി വയനാടിന് സമർപ്പിക്കുന്നു എന്നതിനപ്പുറം ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. കുറേ സഹായ പദ്ധതികൾ ഇന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നു. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കുറച്ച് പണം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ആ പണവും നമ്മൾ ഇന്ന് അർഹരായ കുറച്ച് ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ധനശേഖരണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല.
വയനാട് അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി എന്ന് ഉറപ്പുവരുത്തുന്നവരെയും വയനാടിൻ്റെ പഴയ ചൈതന്യം ലഭിച്ചു എന്ന് ഉറപ്പാക്കുന്നതുവരെയും 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കും. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഒരുപാട് ദുരന്തങ്ങൾ അരങ്ങേറുകയും മലമടക്കുകളിൽ നിന്ന് മരണം പെയ്തിറങ്ങിയ ആ രാവിന് ശേഷം ഉറങ്ങാതെ ദിവസങ്ങളോളം ഉറങ്ങാതെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. അതിൽ ഒരാൾ വയനാട് ലേഖകനായ സുർജിത്ത് അയ്യപ്പത്ത് തന്നെയാണ്. ഞാൻ സുർജിത്ത് അയ്യപ്പത്തെ ഞാൻ വേദിയിലേക്ക് ആദ്യം വിളിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത് പലപ്പോഴും സുർജിത്ത് ഈ വാർത്തകൾ പുറം ലോകത്തോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സുർജിത്തിന് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. വേദന കടിച്ചമർത്തിയാണ് സുർജിത്ത് ഈ വാർത്തകളൊക്കെ ലോകത്തോട് സംപ്രേഷണം ചെയ്തത്. ഞങ്ങളുടെ സ്റ്റാർ അവതാരകരെല്ലാം ഇന്ന് വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എത്തിയിട്ടുണ്ട്. ഞാൻ അവരെല്ലാം വിളിക്കാൻ. വയനാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നമസ്കാരം. വയനാട്ടിലേക്ക് വീണ്ടും വരുമ്പോൾ ഇപ്പോൾ അവസാനം ഇവിടുന്ന് ചുരം ഇറങ്ങുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ നേർചിത്രം മനസ്സിൽ പതിയുകയും പിന്നീടത് റിപ്പോർട്ടിലൂടെ ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ, ഈ വേദന എല്ലാ കാലത്തും നമ്മുടെ മനസ്സിലൊരു മുറിപ്പാടായിട്ട് നിൽക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ വയനാട്ടിൽ ഈ ദുരന്തം ബാധിച്ച ആളുകൾക്ക് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, എങ്ങനെയാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത്, ഒരു മാധ്യമം എന്ന നിലയിൽ 24 എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഇതിലാണ് ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ നമ്മളിനി കരയുന്നില്ല എന്നുള്ളതാണ്. നമ്മളിനി ചിരിക്കുന്നു, നമ്മളിനി സന്തോഷിക്കുന്നു. നമ്മുടെ അതിജീവനത്തിൻ്റെ വഴിയിലാണ് നമ്മൾ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഫ്ലവേഴ്സിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ഗോകുലം ഗോപാലേട്ടനെ ഞാൻ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി വിളിക്കുന്നു. ഗോകുലം ഗോപാലേട്ടൻ ഓൺ ദ സ്റ്റേജ്. പ്രിയപ്പെട്ട നോർത്ത് സോൺ IG കെ സേതുരാമൻ, പ്ലീസ് കം സാർ. ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ്, അദ്ദേഹത്തെ ഞാൻ പ്ലീസ് കം സാർ. DFO ശ്രീ അജിത് രാമൻ, അദ്ദേഹത്തെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. പ്ലീസ് കം. സമാനതകളില്ലാത്തൊരു ദൗത്യമാണ് ഈ ദുരന്ത മേഖലകളിൽ നടന്നത്. യഥാർത്ഥം നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമ്മുടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകളെ കുറിച്ച്. അപ്പോൾ നമ്മുടെ മിലിറ്ററി, നമ്മുടെ ഫയർഫോഴ്സ്, നമ്മുടെ NDRF തുടങ്ങിയ എല്ലാ രക്ഷാ സംഘടന, പിന്നെ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സാധാരണ തൊഴിലാളികൾ, ട്രക്ക് ഡ്രൈവേഴ്സ്, വാഹനം ഓടിച്ചവർ, എല്ലാവരും ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ ഒന്നായി അണിചേർന്ന് നടത്തിയ ദൗത്യമാണ്. ഇവർക്കെല്ലാവർക്കും നമ്മൾ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച് നമ്മുടെ ഓർമ്മയിൽ എന്നും പച്ചപ്പുണ്ടാക്കിയ ഇന്ത്യൻ ആർമിക്ക് ഉൾപ്പെടെ നമ്മളൊരു വലിയ സല്യൂട്ട് കൊടുക്കുന്നു. ആ ആദരവിൻ്റെ ഭാഗമായി നമ്മൾ ഒരു നിമിഷവും എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്നുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനായി ഫ്ലവേഴ്സ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാൽ സാറിനെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ കുടുംബം വയനാടിൻ്റെ കൂടെ എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും, എല്ലാ ജനങ്ങൾക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വയനാട് സംഭവിച്ചത്. ഇവിടെ ഗോകുലം ഗ്രൂപ്പും ഐമ എന്ന സംഘടനയും കൂടി ചേർന്ന് 25 വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25 വീട് എടുത്തതിൻ്റെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന രീതിയിൽ 24 കണക്റ്റിൻ്റെ ഭാഗമായിട്ട് 24 വീടെന്ന ഗോപാലേട്ടൻ പറഞ്ഞ. ഗോപാലേട്ടൻ ഇവിടെ വന്ന് മനസ്സ് മാറി 30 വീടായി ഉയർന്നു. അല്ല, 30 പേർക്ക് ജോലി അല്ലേ? ജോലി 30 പേർക്ക്, അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. 150 ആൾ ആരുമില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ, ആരും നോക്കാനില്ലാതെ, മക്കളൊക്കെ വിട്ടുപോയ ആളെ 130-150 പേരോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ തന്നെ 5-10 പേരെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഇല്ലാത്ത, ആരും നോക്കാനില്ലാത്ത, അല്ലെങ്കിൽ ആരും ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരു 5-10 പേരെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവർ സുഖം പ്രാപിക്കുന്നവരെ അവർക്ക് എല്ലാ സൗകര്യവും, സുഖവും, ഭക്ഷണവും എല്ലാം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക്. എല്ലാ രക്ഷാപ്രവർത്തനത്തിനും അതിൻ്റെ അമരക്കാരനായി നിന്ന നോർത്ത് സോൺ IG ശ്രീ കെ സേതുരാമനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.
ഞങ്ങൾ കണ്ടത് കൊച്ചി കേരളത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ്, കൂട്ടായ്മയാണ് കണ്ടത്. ചൂരൽ മണ്ണിവാസികൾ ഒന്നിച്ചു കൂടിയിട്ട് ഇത്രയ്ക്കും മനോഹരമായ ഐക്യമായിട്ട് ജീവിച്ചിരുന്നു എന്ന് തോന്നിയ സമയത്ത് നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ പ്രത്യേകിച്ച് ആർമി, NDRF, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, SOG, പോലീസ് ഫോഴ്സസ്, അതിലുപരി സന്നദ്ധ സംഘടനകളിലെ ഓരോരോ വോളണ്ടിയർമാർ, നാട്ടുകാരൊക്കെ കൂടിയിട്ട് നമുക്ക് പരമാവധി നമുക്ക് റെസ്ക്യൂ ആൻഡ് റിക്കവറി ഓപ്പറേഷൻ നടത്താൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇവിടുത്തെ പ്രത്യേകിച്ച് നാട്ടുകാർക്കും വയനാടുകാർക്കും ചുരുൾമലക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥൻ. Thank you so much, 24 Flowers, Sri Gokulam Gopalan and the one and only Srikantan Nair sir. എല്ലാ ജനങ്ങൾക്കും നമസ്കാരം. ഇന്ത്യൻ ആർമി എപ്പോഴും എന്നും ഈ മണ്ണിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. രണ്ട് വാക്ക്. നമ്മൾ ഏകദേശം അറിയാം, 37 മുതൽ നമ്മളെല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്നിരുന്നാലും നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ജില്ലകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും നമ്മളെ സഹായിക്കാൻ ധാരാളം ആളുകൾ നമ്മളെ സഹായിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 24 ചാനൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും വയനാടൻ ജനതയെ നമ്മളോട് ചേർത്ത് പിടിച്ചതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ആദരിക്കേണ്ട നൂറുകണക്കിന് ആളുകൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുറേ പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഈ വേദിയിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിനി തുടങ്ങാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള ആദരമാണ്. ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഫയർഫോഴ്സ് ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. കേരള ഫോറസ്റ്റ് സർവീസിനെ പ്രത്യേകം ആദരിക്കേണ്ടതുണ്ട്. അജിത് രാമന്റെ നേതൃത്വമുള്ള ഫോറസ്റ്റ് ടീം അംഗങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരാം. കേരള പോലീസിന് വേണ്ടി ആദരം ഏറ്റുവാങ്ങാൻ തപോഷ് ബസുമിത്ര IPS. ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ് ഇവിടെയുണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വലിയ സേനാ വിഭാഗം ഡൽഹിയിൽ നിന്നും അപ്രൂവൽ എടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇവരെ എല്ലാം തന്നെ സ്റ്റേജിലേക്ക്. ഈ ഓപ്പറേഷന്റെ മൊത്തം ചുമതല വഹിച്ച ഇൻസിഡന്റ് കമാൻഡർ K. സേതുരാമൻ IPS, നോർത്ത് സോൺ IG. എന്തായാലും നമ്മുടെ എല്ലാ ഉള്ളിൽ വലിയ സങ്കടവും വലിയ വേദനയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് മറക്കുകയാണ്. ആ വേദന പിടിച്ചതിൻ്റെ കാര്യമില്ല. നമ്മൾ ഈ മുന്നോട്ടേക്ക് പോവാണ്. നമ്മുടെ വയനാട് അതിശക്തം മുന്നോട്ടേക്ക് പോകുന്നു. വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലകളൊക്കെ ഉണരുകയാണ്. അതേസമയം നമുക്ക് ഈ മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലെയും മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വയനാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്റെ മണിക്കൂറുകൾക്ക് തുടക്കമിടണം. അല്ലേ? ഉറപ്പല്ലേ? ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മൾ ഒരു അതിജീവനത്തിന്റെ തിരിച്ചുവരവിന്റെ ഒക്കെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും ആ ദുരന്ത സ്മൃതികളിൽ നിന്ന് മുക്തരായി ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ് ആത്മവിശ്വാസത്തോടെ. ആ നാടിനൊപ്പമുണ്ട് ഈ ലോകം മുഴുവൻ. ഈ മലയാളികൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ അവരോടൊപ്പമുണ്ട് എന്ന് ഇവിടെ നിങ്ങളോടെല്ലാവരെയും അറിയിക്കാൻ, വിളിച്ചു പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. മറ്റുള്ളവന്റെ വേദനയിൽ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഒരു പടി മുന്നിലേക്ക് ഉയരുകയാണ്. ആ ചേർത്ത് നിൽപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലേ? ഇവനെ ഒരു കൈയടി കൊടുക്കുക. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഇവാൻ കുട്ടൻ എന്നറിയപ്പെടുന്ന ഇജോ കുട്ടനല്ലേ? വീട്ടിലൊക്കെ വിളിക്കുന്ന ഇജോ കുട്ടനാ. ആ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ. ആ, ഇവൻ പണ്ട് കുറച്ചുകൂടെ പ്രായം കുറവുള്ളപ്പോൾ, ഇപ്പൊ ഒരുപാട് പ്രായമായി, പ്രായം കുറവുള്ളപ്പോൾ വയനാട്ടിൽ പുലി പിടിച്ചിട്ടുള്ള കഴിച്ചുക. പുലിയെ പിടിച്ചിട്ടില്ലയോ? പുലിയെ പിടിച്ചതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നയാ. ആണോ?
നീ അവിടെ പറഞ്ഞല്ലോ ടോപ്സ് ഇങ്ങനെ പുലിയെ പിടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഈ നീ പറഞ്ഞില്ലേ പാമ്പിന്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന്. അതൊക്കെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാ. ആണോ? റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. റേറ്റിംഗ് കൂട്ടാൻ പാമ്പിന്റെ കൂടെ കിടക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടിയാ. നീ ആളും എടുക്കണേ. നീ പിന്നെ പാടിക്കൂ. കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ഒന്നാനാം കുന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ചെമ്പോത്തറ സ്വദേശി അസീസിന്റെ മകൾ ഷബ്നയും മുണ്ടക്കൈ സ്വദേശി ഷംസുദ്ദീന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത് 14-ാം വർഷമായിരുന്നു. മുണ്ടക്കൈ സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരി ഷംഹ, ഇളയവൾ 5 വയസ്സുകാരി സിദ്ധറ എന്നിവർ അരുമ മക്കൾ. ഷംസുദ്ദീന്റെ ഉമ്മയും ബാപ്പയും അടക്കം അന്ന് ആ കോരിച്ചൊരിയുന്ന മഴയിൽ മുണ്ടക്കൈയിലെ വീട്ടിലുണ്ടായിരുന്നത് 6 പേരാണ്. തൊട്ടടുത്തായിരുന്നു ഷംസുദ്ദീന്റെ ജ്യേഷ്ഠന്റെ വീട്. ജ്യേഷ്ഠൻ, ഭാര്യ, 3 മക്കൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ജ്യേഷ്ഠന്റെ ഭാര്യാമാതാവും ഉൾപ്പെടെ 6 പേർ ആ വീട്ടിലും. സുരക്ഷിതരായിരിക്കാമെന്ന ചിന്തയിൽ പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിലേക്ക് ഈ 12 പേര് മാറി. കണക്കുകൂട്ടലുകൾ തെറ്റി. ഉരുൾ മുണ്ടക്കൈ ഗ്രാമത്തെ വിഴുങ്ങി കടന്നുപോയി. ഷംസുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്ന 6-ൽ 5 പേരെയും ജ്യേഷ്ഠന്റെ കുടുംബത്തുണ്ടായിരുന്ന 6-ൽ 4 പേരെയും ഉരുൾ കൊണ്ടുപോയി. 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാനി കമ്പികളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഹാനിയിലേക്ക് വിരൽ ചൂണ്ടിയതാകട്ടെ ചെളിയിൽ പുതഞ്ഞുകിടന്ന 5 വയസ്സുകാരി സിദ്ധറ, ഷംസുദ്ദീന്റെയും ഷബ്നയുടെയും മകൾ. ഹാനി മേപ്പാടിയിലെ ബന്ധുവീട്ടിൽ, മുത്തശ്ശി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ, സിദ്ധറ ചെമ്പോത്തറയിലെ ഉമ്മ വീട്ടിൽ ബാവച്ചിക്കും സുലുമയ്ക്കുമൊപ്പം. 12 അംഗ കുടുംബമായിരുന്നു. അതിൽ 3 ആളെ ജീവനോടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 9 ആൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 5 ആളിപ്പോൾ കൂടുതൽ മറവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കിട്ടണം. ബാക്കിയുള്ള ആളെ കൂടെ കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ എന്തോ കിട്ടാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കി 3 ആളെ കിട്ടി. ഇതിന് കിട്ടിയ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ്. ചെറിയ മോളാണ്. അപ്പം അതിനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു ഇതിൽ കിട്ടിയതാണ്. ഇപ്പം കുഴപ്പമില്ല. ഡോക്ടറൊക്കെ കാണിച്ചു, ഒക്കെ ക്ലിയർ ചെയ്ത് വന്നതാണ്. ജീവിതം കീഴ്മേൽ മറിച്ച രാത്രി താണ്ടിയ സിദ്ധറയ്ക്ക് ഇനി കൈത്താങ് ഒരുപാട് വേണം. അതിന് നമുക്കൊരുമിച്ചു നിൽക്കാം. ടീം 24. ഈ ദുരന്തം കരുതി വെച്ച ഒറ്റപ്പെടലിന്റെ ഓർമ്മകൾ മറന്ന് പുതിയ പ്രതീക്ഷകളിലേക്ക് ചൂടുവെക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് സിദറത്തുൽ മുൻതഹ. സിദറത്തുൽ മുൻതഹയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കുഞ്ഞിന് ശരിക്കും അതിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ ഫ്ലവേഴ്സ് മുന്നോട്ട് വരികയാണ്. PP ജെയിംസ്, നമ്മുടെ 24 എഡിറ്റർ ഇൻ ചാർജാണ് PP ജെയിംസ്. PP ജെയിംസ് അത് പ്രഖ്യാപിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനെ നമ്മൾ അതിജീവനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും നാളുകളിലേക്ക് വളർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഫ്ലവേഴ്സും 24ഉം ഏറ്റെടുക്കുന്നു. എത്ര വരെ ആ കുട്ടി പഠിക്കുന്നോ അത്ര വരെ ഫ്ലവേഴ്സും 24ഉം ചേർന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കും. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പ്രത്യേക സംരക്ഷണം തന്നെ ഏർപ്പെടുത്തും. ഈ കുട്ടിക്ക് എത്ര ക്ലാസ് വരെ പഠിക്കണോ അവൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം അവളെ പഠിപ്പിക്കാനുള്ളൊരു യത്നമായിരിക്കും ഫ്ലവേഴ്സും 24ഉം ചേർന്ന് ഏറ്റെടുക്കുക. ഒരുപാട് മക്കൾ, മാതാപിതാക്കൾ, അതിനോടനുബന്ധിച്ചുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ വേദനകളും വിഷമങ്ങളും എന്നിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ കൂടിയ പല ആളുകൾക്കും അവരുടെ മാതാപിതാക്കൾ, മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വേദനയും ദുഃഖങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ നാടും ദുഃഖത്തിലും പങ്ക് ചേരുന്നു എന്ന് മാത്രമേ പറയുന്നു. ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടു ആ ദിവസങ്ങളിൽ. അതിൽ ഒരാൾ 16 വയസ്സുകാരനായ മുഹമ്മദ് ഹാനി. ഉരുൾപൊട്ടൽ ദിനങ്ങൾ സമ്മാനിച്ചത്, നൽകിയത് ഉറ്റവരെ നഷ്ടപ്പെട്ട തീരാത്ത വേദനയാണ്. നമുക്ക് ഹാനിയെ ഒന്ന് കേൾക്കാം. വിഷ്വൽ സ്റ്റോറി.
റോഡിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ ആ ഒരു സൗണ്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. ആ സൗണ്ട് പോലെയാണ് ശരിക്കും ഉരുൾ പൊട്ടി വരുന്ന ആ സൗണ്ട് എന്ന് തോന്നിപ്പോവും. ചില ടൈമിന് മഴയൊക്കെ പെയ്യുന്ന ടൈമിന് അങ്ങനെ തോന്നിപ്പോവും. ഒറ്റ രാത്രി കൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമായതാണ്. പിന്നീടുള്ള ഒരു രാത്രിയും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഹാനി. ചെറിയ രീതിക്കല്ല, വലിയ രീതിക്ക് തന്നെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, അതിലേക്കൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ല, അതിലേക്ക് ആലോചിക്കുന്നില്ല. ചില സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഫാമിലീസ് ഇങ്ങനെ വരും. അങ്ങനെ മാതാപിതാക്കളുടെ സഹോദരങ്ങളും കുടുംബവും ഹാനിക്കൊപ്പം തന്നെയുണ്ട്. ഒരു നിമിഷം പോലും തനിച്ചാക്കാതെ ചേർത്തു പിടിച്ച്. ഇപ്പോൾ അവനെ ഒറ്റയ്ക്ക് ഞങ്ങൾ നിർത്തലില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. അവൻ്റെ പോലെ നഷ്ടപ്പെട്ടാണ് ഉമ്മയും വാപ്പയും ആങ്ങളാരും മക്കളൊക്കെ പോയി. ഞാനും അവനിപ്പോൾ ഒരേ സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ എത്രയോ ശരിയായി. മറ്റേത് പിന്നെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കരയലും വിഷമിക്കലും തന്നെയായിരുന്നു. ഇപ്പം ശരിയായി വരുന്നു. മാറാതെ പറ്റൂലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. അവനോട് അതാ പറഞ്ഞു, ജീവിച്ച് കാണിക്കണം. കുടുംബശ്രീ വഴി എടുത്ത ലോൺ വലിയൊരു ബാധ്യതയാണ്. 7 പേർ ചേർന്നാണ് ലോൺ എടുത്തത്. കുടുംബശ്രീന്നാണ് ലോൺ എടുത്തിട്ടുള്ളത് 14 ലക്ഷം. അപ്പോൾ ഒരു മരണപ്പെട്ടു. അപ്പോൾ ഓരോ ലോണ് മാത്രമേ തള്ളിപ്പോവും. ബാക്കി ഇല്ലല്ലോ, മൂത്തമ്മ കൂടിയും ഉണ്ട്. അപ്പോൾ ഇനി ആ ലോണ് മൂത്തമ്മ അടക്കേണ്ടി വരും. പക്ഷെ ആ പൈസ ഒരു വലിയ എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. 14-15 ലക്ഷം ഉണ്ട്. ഹനി പറയുന്നത് ഈ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ലക്ഷ്യം മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ, ഹനി മുന്നോട്ട് പോകട്ടെ. നല്ല റിസോർട്ടുകളും വയനാടിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. അത് പഠിച്ച് വയനാടിനോട് ചേർന്ന് നിന്ന് തന്നെ ഹാനിയും കുടുംബവും മുന്നോട്ട് പോട്ടെ എന്ന് നമുക്കും ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഹാനിയും കുടുംബത്തെയും വീണ്ടും വീണ്ടും മറക്കാതെ ചേർത്ത് പിടിക്കാം. ഹാനി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാനിയെ പ്രതീക്ഷിച്ചു, പക്ഷേ ഹാനി വന്നിട്ടില്ല. ഹാനിയുടെ ബന്ധുക്കളെ നമ്മളൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് മുണ്ടക്കയിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ഏട്ടൻ, കുടുംബം എല്ലാം മുണ്ടക്കായി മൂപ്പരുടെ കോട്ടേഴ്സിൽ നിന്ന് പോയി. ഞങ്ങൾ ചൂരൽമലക്ക് വന്നു. 9 മണി 10 മണി വരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നല്ല മഴയാണ്, എല്ലാവരും പോയി. ഇപ്പോൾ എല്ലാവരും സങ്കടത്തിലാണ്. എന്താ പറയേണ്ടിയെന്നൊന്നും അറിയില്ല. ഇവരെല്ലാവരും നമ്മളെ കൂടെയുണ്ട്. ഇനിയുള്ള നമ്മളുടെ ജീവിതം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കടം ഞാനും ചേരുന്നു. മോൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വാർത്താവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം നിങ്ങളെ അറിയിക്കും. മുഹമ്മദ് ഹാനി മിടുക്കനാണ്. അവന് മുന്നോട്ടേക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവന് മുന്നോട്ടേക്കുള്ള പഠിക്കാനുള്ള പഠന ചെലവ് നമ്മൾ ഫ്ലവേഴ്സ് സ്റ്റുഡിയോ ഫോർ ഏറ്റെടുക്കുകയാണ്. ചൂരൽമല സ്വദേശി പ്രതീഷ് ഉണ്ട്. പ്രതീഷിനെ നമ്മളിപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രതീഷിന് വെൽഡിംഗ് മെഷീൻ നഷ്ടപ്പെട്ടു. വെൽഡിംഗ് മെഷീൻ 24 കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ വെൽഡിംഗ് മെഷീനൊക്കെ പോയി ഇദ്ദേഹം തൊഴിലരഹിതനായി നിൽക്കുക. അപ്പോൾ നമ്മളൊരു വെൽഡിംഗ് മെഷീൻ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. അതിന് വെൽഡിംഗ് മെഷീൻ വാങ്ങാനുള്ള പണം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. താങ്കൾ വെൽഡിംഗ് മെഷീനൊക്കെ വാങ്ങി നല്ല ശക്തിയിൽ താങ്കൾ തൊഴിൽ തുടരുക. ഓക്കെ, താങ്ക് യു സാർ. ഗായകനും MIT മൂസയൊക്കെ ആയി തിളങ്ങിയ വിനോദ് കോവൂരിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്.
വിനോദ് കോവൂർ, നിങ്ങൾക്കറിയാം താങ്ക് യു, ഈ പുഞ്ചിരിവട്ടത്തും മുണ്ടക്കയിലും ഈ ഭാഗത്തൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരുന്നു. അദ്ദേഹം വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ താടി പിടിച്ച് കുലുക്കിയ ഒരാൾ ഇവിടെയുണ്ട്, നൈസമോളാണത്. ആ നൈസമോൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ താടി പിടിച്ച് കുലുക്കാൻ കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ, അത് ഈ നൈസമോളിന് മാത്രമാണ്. നമുക്ക് നൈസമോളിനെ കുറിച്ച് നമ്മളൊരു സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ആദ്യം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണാം. വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ദുരന്ത മേഖലകൾ സന്ദർശിച്ചതിനു ശേഷം എത്തിയത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ച മോദി ഈ പൊന്നുമോളുടെ മുന്നിൽ ഒരു മുത്തച്ഛനെ പോലെയായി. അല്പനേരം നൈസയുടെ കളിചിരികൾക്കൊപ്പം നിന്നു. വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന 7 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസയും ഉമ്മ ജമീലയും മാത്രം. അച്ഛൻ ഷാജഹാനും 2 മൂത്ത സഹോദരിമാരും ഷാജഹാന്റെ അച്ഛനമ്മമാരും ഓർമ്മകളിലേക്ക് മറഞ്ഞു. വന്നത് പ്രധാനമന്ത്രിയാണെന്ന് ഈ കൊച്ചുമിടുക്കിക്ക് അറിയില്ലായിരുന്നു. നഷ്ടപ്പെടലുകളുടെ വേദനകൾ അറിയാത്ത പ്രായത്തിൽ അവൾ വീണ്ടും കളിചിരികളിലേക്ക് മടങ്ങുകയാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ നൈസയും ഉമ്മയും ഇപ്പോൾ വീട്ടിലാണ്. ടീം 24. സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. അപ്പൂപ്പന്റെ താടി പിടിച്ച് കുലുക്കില്ലയോ? ചോദിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു താടി? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കട്ടിയുള്ള താടിയായിരുന്നു. അല്ല അങ്കിൾ വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞത്? വരും, നിങ്ങളുടെ വരും. പിന്നെ നൈസയുടെ കാര്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിവിടെ ഈ ദുരന്തം നടന്നതിന് ശേഷം ആ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിരുന്നു. അന്ന് ഞാൻ നൈസമോളെ പോയി കണ്ടിരുന്നു. ഒരുപാട് നേരം നൈസമോളുടെ കൂടെ ചിലവഴിച്ചിരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് എനിക്ക് ഏറ്റെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നൈസമോൾക്ക് ഏതുവരെ പഠിക്കാവോ അതൊക്കെ ആ പഠനം പൂർത്തിയാക്കാനുള്ള എല്ലാ ചെലവും ഞാൻ നിർവഹിച്ചോളാം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്നെ മൂസക്കായി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത്ര ചെറിയ കുട്ടിയുടെ മനസ്സിലും ആ ക്യാരക്ടർ കിടക്കുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷമാണ്. നമുക്കിനി നൈസമോളിൻ്റെ ജീവിതം നല്ല വഴിയിലൂടെ പോകും. നൈസമോളിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. നൈസമോളെ പോലെ ഒരുപാട് മക്കൾക്ക് വിഷമമുണ്ട്. അതെല്ലാം നമ്മൾ പരിഹരിക്കാനുള്ള നമ്മുടെ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചടങ്ങ്. അപ്പോൾ നമുക്ക് വിനോദ് കോവൂർ 2 പാട്ട് ഈ വേദിയിൽ പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി എല്ലാം മറക്കുകയാണ്. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം എല്ലാം കൂടിയിരിക്കും, നാടെത്തും വൈകാതെ. നമ്മളെല്ലാം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ മണമുള്ള, മലയാളത്തിൻ്റെ ഗന്ധമുള്ള, വിയർപ്പിൻ്റെ രുചിയുള്ള നാടൻ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുകയാണ്. നിന്നെ കാണാനെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല. എല്ലാരും കൈയടിക്കണം താളത്തില്. 1 2 3 4. ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പാടാൻ അസുഖം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എല്ലാരും കൈയടിക്കണേ, ആരും കൈയടിക്കാതിരിക്കരുത്.
കാതിലൊരു കമ്മലില്ല, കഴുത്തിലോ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നിന്നാരും. നമ്മൾ ചൂരൽമലയിലെ അക്ഷയെ പരിചയപ്പെട്ടിരുന്നു. B.Ed കഴിഞ്ഞിരിക്കുകയാണ്, ടീച്ചറാകാൻ ആഗ്രഹം. നമുക്ക് അക്ഷയ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സർ. അതെ, ഗോപാലേട്ടനെ കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതിനായിട്ട് ഗോപാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഏത് കോഴ്സാണ് പാസ്സായിരിക്കുന്നത്? B.Ed മലയാളം. അക്ഷയ BA മലയാളം പഠിച്ചവളാണ്. B.Ed കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ജോലി B.Edന്റെ കാര്യത്തിൽ ഇതല്ല, ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. വളരെ ബെസ്റ്റ്. അല്ലെ, ഈ സന്തോഷം എങ്ങനെയാണ്? ഒരു ജോലി ഉറപ്പായി എന്ന് പറഞ്ഞിട്ട് സർക്കാരിലൊക്കെ ജോലി കിട്ടുമോ, വലിയ ഉന്നത ജോലി കിട്ടുമോ എന്നാൽ പോവുകയും ചെയ്യാം. പോരാട്ടം പിടിച്ചിരുത്തത്തില്ല കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാവരെയും വയനാട്ടുകാരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടെന്ന് അറിയുമ്പോൾ ഇനിയും അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഊർജം. ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ കണ്ടു ആ ദിവസങ്ങളിൽ. അതിലൊരാളാണ് അഭിജിത്തിനെ നമ്മൾ കണ്ടത്. അഭിജിത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ അടക്കം 12 ബന്ധുക്കളുടെ സ്നേഹത്താൽ നഷ്ടമായ അഭിജിത്താണ്. അഭിജിത്തിന്റെ ജീവിതം ഒന്ന് കാണാൻ അവസ്ഥ നമുക്ക്. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ അഭിജിത്തിന്റെ വീട്ടിലെ മുഴുവൻ ആളുകളും വലിയ സന്തോഷത്തിലായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ കുടുംബാംഗങ്ങളെ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്ന് അഭിജിത്ത്. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. തലച്ചു വന്ന വെള്ളത്തിനൊപ്പം ആ കുടുംബത്തെ ഒന്നാകെ ഉരുൾ വിഴുങ്ങി. ഇന്ന് ആ സ്ഥലം കണ്ടാൽ പോലും തിരിച്ചറിയില്ലെന്ന് അഭിജിത്ത്. ഒരു വിളിച്ച സമയത്ത് ഇവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെയൊക്കെ നല്ല ഇതാണ്, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. മഴയൊന്നും അത്രയില്ല, മഴ ഉണ്ട് പക്ഷെ അത്ര പ്രശ്നമൊന്നുമില്ല. പുഴയിലൊക്കെ ഭയങ്കര വെള്ളമാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയില്ല. പിന്നെ ചിരിച്ചൊളിച്ച് സംസാരിച്ച്. അന്ന് ആദ്യമായിട്ടാണ് ചിരിച്ചൊളി സംസാരിക്കണല്ലോ ഫോണിലൂടെ. ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലല്ലോ, അതിൻ്റെ ഒരു മുന്നേ ഒരു ഇത് വന്നത് തോന്നുന്നു. എല്ലാവരോടും വീട്ടിലുണ്ടായ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. പോയി കണ്ടുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അഡ്രസ്സ് ഇല്ല. വീടുണ്ടായിരുന്നൊരു ഇതില്ല, സ്ഥലം പോലെ അല്ല, വേറെ സ്ഥലത്തേക്ക് പോയ പോലെ. അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ ബബിത, സഹോദരി, സഹോദരൻ, മുത്തശ്ശി, ബന്ധുക്കൾ എന്നിങ്ങനെ ആ രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്ന 12 പേരെയാണ് അഭിജിത്തിന് നഷ്ടമായത്. 4 മണിക്ക് വിളിച്ച സമയത്ത് ഞാനതാ വിചാരിച്ചത്, ഇതേപോലെ ഇരിക്കുന്നു. പക്ഷേ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. സ്കൂളിൻ്റെ അവിടെയൊക്കെ എത്തിയെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു പൊട്ടലാണ്. ഉരുൾപൊട്ടലിൽ അഭിജിത്തിന്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ മുഴുവൻ വീടും നഷ്ടമായി. നടുക്കുന്ന ഓർമ്മയിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല. താഴോട്ട് ഓടുമ്പോൾ ഞങ്ങളെന്ത് ചൂരൽമല റൂട്ടിലേക്ക് അങ്ങോട്ടാണ് ഓടുന്നുണ്ടായത്. അപ്പോൾ എവിടെ പോട്ടി, നമ്മൾ അമ്പലക്കുന്നല്ലേ, അവിടെ നിന്നൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ ടൗണിലേക്കാണ് ഓടുന്നുണ്ടായത്. ഓടുമ്പോൾ അവിടെ നിന്നൊരു പെട്ടെന്ന് ഒരു ശ്രീ കൗസല്യ പറഞ്ഞൊരു ചേച്ചി വരുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്, ചൂരൽമലയ്ക്ക് ഓടല്ലേ, അവിടെയാണ് പൊട്ടി, അമ്പലമൊന്നുമില്ല, ടൗൺ അമ്പലമൊന്നുമില്ല എന്ന് പറയണത് കേൾക്കണം, അങ്ങോട്ട് പോകല്ലേ, നമുക്ക് മാനേജർ ബംഗ്ലാവിലേക്കാണ് പോകാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛനും അമ്മയും എടുത്തിട്ട് ഞങ്ങൾ മാനേജർ ബംഗ്ലാവിലേക്ക് പോയി. അവിടെയായിരുന്നു, അവിടെ പോകുമ്പോൾ 250 ആളുണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായത്. വലിയച്ഛൻ രാജ്കുമാറിന്റെ സംരക്ഷണയിലാണ് അഭി ഇപ്പോൾ കഴിയുന്നത്. ഈ കുടുംബത്തിന് നമ്മൾ ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ്. ടീം 24. അഭിജിത്തിന്റെ പഠന സഹായം നമ്മൾ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുകയാണ്. അഭിജിത്ത് പഠിച്ച് മിടുക്കനായ ആളായി മാറട്ടെ. അപ്പോൾ അഭിജിത്തിന് എത്രത്തോളം പഠിക്കണമോ അത്രത്തോളം അഭിജിത്തിന് പഠിക്കാൻ പറ്റും. അഭിജിത്തിന് എന്താണ് ആഗ്രഹം? ഹോട്ടൽ മാനേജ്മെന്റ്. അഭിജിത്തിന്റെ ആഗ്രഹം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനാണ്. അപ്പോൾ മോൻ്റെ ലക്ഷ്യം അതാണല്ലേ, ആഗ്രഹം അതാണല്ലേ? അതുപോലെ നടക്കട്ടെ. അതിനുവേണ്ടി എല്ലാ സഹായവും എല്ലാ തരത്തിലുള്ള പിന്തുണയും അഭിജിത്തിന്റെ പഠനത്തിന് ആവശ്യമായ മുഴുവൻ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും വലിയൊരു ഉപഹാരം ഗോകുലത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് എല്ലാവർക്കും ഒരു മുന്നോട്ട് വരാനുള്ള ധൈര്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ വയനാടിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നാടൻ പാട്ടാണ് ഓർമ്മ വരിക. മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ. അതിലേക്ക് പോയാലോ? അപ്പോൾ നമുക്കിനി നാടൻ പാട്ടിലേക്കാണ് കടക്കേണ്ടത്. നാടൻ പാട്ട് കലാകാരന്മാർ ഇതാ ഇവിടെ നിപ്പുണ്ട്. ഉണർവ് നാടൻ കലാപഠന കേന്ദ്രം കൽപ്പറ്റയിലെ കലാകാരന്മാരാണ്.
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കായി ഈ നാടൻ പാട്ട് അവതരിപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. కట్టి హలలంబిలు ఉంచలాని ఉక్కు కల్లిలు ముత్తల కట్టి రేవయ్యత సార్తి కట్టే మరలు తొట్టెల కట్టి హలలంబిలు ఉంచలాని ఉక్కు కల్లిలు ముత్తల కట్టి రేవయ్యత సార్తి కట్టే രക്ഷാപ്രവർത്തന രംഗത്ത് എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടർ ലവ്ന മുഹമ്മദ്. ഉയരം പണ്ടേ ഭയമാണ് ഡോക്ടർ ലവനയ്ക്ക്. പക്ഷേ കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങി മറുകരയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ദുരന്തമുഖത്തെ നൂറുകണക്കിന് മനുഷ്യരുടെ മുഖം മാത്രമായിരുന്നു. വടത്തിൽ തൂങ്ങിയുള്ള ലവനയുടെ പോക്ക് കേരളം നെഞ്ചിടിപ്പോടെ കണ്ടു. ദുരന്ത സമയത്ത് മൈസൂരുവിലായിരുന്നു ലവ്ന. എത്രയും വേഗം വയനാട്ടിലെത്താൻ നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ദുരന്തമുഖത്തെത്തിയത്. ലവന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തക സംഘത്തിന്റെ പ്രവർത്തനമാണ് പരിക്കേറ്റവർക്ക് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കിയത്. അങ്ങനെ ലവ്ന മുഹമ്മദ് കേരളത്തിന്റെ സ്വന്തം ഡോക്ടർ ലൗവായി. മലയാളക്കരയുടെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഡോക്ടർ ലവ്ന മുഹമ്മദ് ഇന്ന്. സഹജീവികൾ ദുരന്തത്തിൽപ്പെട്ടാൽ ഏതു വിധേനയും അവരെ വീണ്ടെടുക്കുമെന്ന കേരളത്തിന് മാത്രം സാധ്യമാകുന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണം. ടീം 24. ഈ ഡോക്ടർക്ക് ഒരു വലിയ കൈയടി കൊടുക്കുക. കാരണം അപകടത്തിന്റെ മുൻപിലൊക്കെ സാധാരണ ആൾക്കാർ പേടിച്ച് നിൽക്കാറുണ്ട്. എന്നാൽ ഈ ഡോക്ടർ എപ്പോഴെങ്കിലും റോപ്പിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. ആദ്യമായിട്ടാണോ കയറുന്നത്? ഗോകുലം ഗോപാലേട്ടൻ ആദരവിന്റെ ഒരു മൊമെന്റോ ഡോക്ടർക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ അടുത്ത ആദരം കേരള ടൂറിസത്തിനാണ്. DDBC സെക്രട്ടറി അജേഷ് വേദിയിലേക്ക് ചെയർമാൻ ഗോകുലം ഗോപാലൻ, MD ശ്രീകണ്ഠൻ നായരും ആദരം നൽകും. നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരുപാട് കഥകളും ഒരുപാട് ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടു കാണും. ഒരുപക്ഷെ ഈ മേഖലയിലുടനീളം ഏറ്റവും കൂടുതൽ നേരം പോയ, നിങ്ങളുമായി സംബന്ധിച്ച ആ പ്രദേശത്തുകാരൻ, ഒരുപക്ഷെ ആ നാട്ടുകാരനായി മാറി റിപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട് നമുക്കൊപ്പം. അത് നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ സ്വന്തം സുജിത്ത് അയ്യപ്പത്താണ്. ഈ ദുരന്തം നടക്കുന്നതിന് മുൻപേ തന്നെ ഈ മേഖലയിൽ വരികയും ആദ്യം ഒരു ഉരുൾപൊട്ടൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മഴയുണ്ടായപ്പോൾ അതെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഈ ഉരുൾപൊട്ടൽ വന്ന ശേഷം ആ മേഖലയിലേക്ക് പോയപ്പോൾ അന്തിച്ചെന്ന് പോയ സുജിത്തിനെ നമ്മൾ ഓർക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ സുജിത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ സ്റ്റോറിയിലൂടെ നമുക്കൊന്നുകൂടി കാണാം എന്താണ് സുജിത്ത് ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് പങ്കുവച്ച കാര്യങ്ങൾ. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ 2019 മഴ തിമിർത്തു പെയ്ത ജൂലൈ 29-ന് സുർജിത്ത് അയ്യപ്പത്തും പ്രകാശുമടങ്ങുന്ന 24 വാർത്താസംഘം ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമെത്തിയിരുന്നു. പ്രകൃതിയിലുണ്ടായ മാറ്റം മുന്നറിയിപ്പെന്ന് സുർജിത്ത് വിളിച്ചു പറഞ്ഞു. അന്ന് അസാധാരണമായ മഴപ്പെയ്ത്തായിരുന്നു, വലിയ രീതിയിൽ മഴപ്പെയ്ത്ത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇവിടെ പുഴ വല്ലാത്ത അസാധാരണമായ രീതിയിൽ ഒഴുകുന്നു എന്ന് പറഞ്ഞിങ്ങനെ പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ്, ചുവന്ന വെള്ളമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നു ഞാൻ. അന്ന് പാലാണ്, ഈ പാലത്തിൻ്റെ ഇവിടെ വന്നു, വിഷ്വൽസ് ഒക്കെ എടുത്തു. പ്രകൃതി മനോഹാരിത കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമൊക്കെ മുൻപും പല തവണ എത്തിയിട്ടുള്ള സുർജിത്ത് എപ്പോഴത്തെയും പോലെ അന്നും സ്വന്തം മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. പക്ഷേ ഉരുൾ എല്ലാം തകർത്തിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ആ പാലത്തിനെ കണക്ട് ചെയ്യുന്ന ആ റോഡാണത്. ആ റോഡ്, അതിനകത്തൊരു പച്ച നെറ്റ് കാണാം നമുക്ക്.
ഒരു ഏലത്തോട്ടത്തോട് ചേർന്നൊരു പച്ച നെറ്റ് കാണാം. അത് മാത്രമാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലം. മഴപ്പെയ്ത്തിൽ ആശങ്കയറിയിച്ച നാട്ടുകാരോട് സുർജിത്ത് അന്ന് വിശദമായി സംസാരിച്ചു. അവരിൽ പലരും ഇന്ന് അവശേഷിക്കുന്നില്ല എന്നത് നടുക്കുന്ന വേദനയോടെയല്ലാതെ സുർജിത്തിന് ഓർക്കാനാകുന്നില്ല. രമേഷ് പറഞ്ഞത് കുമാരൻ വയനാട് എന്ന് പറഞ്ഞ ചേട്ടനെ കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിച്ച് മൂപ്പര് നല്ല കലാകാരനാണ്, നമുക്ക് മൂപ്പരെ ചാനലിൽ നന്നായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞതാ. ആ ചേട്ടനില്ല. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ വന്ന 2-3 പേരും ഇല്ല. അവരുടെ കുടുംബാംഗങ്ങളും ഇല്ല. ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളില്ല. എല്ലാവരും മണ്ണിൽ ആയി. ചിലരുടെ ബോഡി കിട്ടി, ചിലരുടെ കിട്ടിയിട്ടില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. ചൂരൽമലയിൽ നിന്ന് മടങ്ങുമ്പോഴും ആ അസാധാരണ മഴപ്പെയ്ത്ത് ഉള്ളിൽ അങ്ങനെ കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഉണ്ടാകരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ വിളി ഒടുവിലെത്തി, ഇടുത്തി പോലെ. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു 12:39 വരെ ഈ നിമിഷം വരെ പ്രശ്നങ്ങളില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മൾ എന്തോ ഒരു ദുരന്തം വരുന്നു എന്നുള്ള ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു 1:30 നേരത്താണ് എന്നെ രമേഷ് വിളിക്കുന്നത്. 1:30 ആ സമയം ഏകദേശം പൊട്ടി, ഫസ്റ്റ് പൊട്ടൽ സമയം. ഞങ്ങളിപ്പോൾ ഇപ്പോഴും പിന്നെ അപകടത്തിലാണ് ഇരിക്കുന്നത്. മരണത്തെ മുഖാമുഖം വീണ്ടും കാണാൻ, കാരണം വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ് മുണ്ടക്കയിൽ ഈ സമയത്തും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക്. ദുരന്തഭൂമിയിൽ നിന്ന് മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുക്കുമ്പോഴും കുരുന്നുകളുടെ ചേതനയറ്റ ശരീരം കൺമുന്നിലൂടെ കൊണ്ടുപോകുമ്പോഴും വിറങ്ങലിച്ചു, മാറിയിരുന്നു പൊട്ടിക്കരഞ്ഞു. ഈ നാടിനെ നെഞ്ചേറ്റിയ സുർജിത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കും അതിജീവനത്തിന് മാനസിക പിന്തുണ ആവശ്യമുണ്ട്. നമുക്ക് ചേർത്തു നിർത്താം. ടീം 24. സുർജിത്ത് അയ്യപ്പത്ത്, ഗോലട്ട, ഇതാണ് സുർജിത്ത് അയ്യപ്പത്ത്, നമ്മുടെ 24-ന്റെ വയനാടിൻ്റെ പ്രതിനിധിയാണ്. വിങ്ങുന്ന മനസ്സോടെ, വിറയ്ക്കുന്ന കൈകളോടെ, ഒരു തൊണ്ടയിൽ കുരുക്കുന്ന വാക്കുകളിലൂടെ ഈ ദുരന്തഭൂമിയുടെ ചിത്രം വരച്ചിട്ട നമ്മുടെ ലേഖകനാണ് സുർജിത്ത് അയ്യപ്പത്ത്. തലേ ദിവസം സുർജിത്ത് അയ്യപ്പത്താണ് ഈ ദുരന്ത മേഖലകൾ സന്ദർശിച്ച് എന്തോ ഒരു വലിയ അശനിപാതം ഈ മണ്ണിന് മേൽ പതിക്കാൻ പോകുന്നു എന്ന് ആശങ്ക പ്രകടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട വയനാട് ലേഖകൻ സുർജിത്ത് അയ്യപ്പത്ത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ വയനാടിനെ കുറിച്ച്, ഈ ജനത കടന്നുപോയ ആ ദിവസങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ ആ ഒരു മൂഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വേതനം ഈ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നൽകാൻ തയ്യാറായി എൻ്റെ കൂടൊപ്പം സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ഞാൻ പുൽപ്പള്ളിയിലൊരു മരംകയറ്റ തൊഴിലാളിയാണ്. എൻ്റെ ഒരു ദിവസത്തെ വേതനം ഞാൻ ഈ 24-ന് ഏൽപ്പിക്കുകയാണ്. ആർക്കാ കൊടുക്കേണ്ടത്? ചൂരൽമല, പുത്തുമല, ആ ഫണ്ടിലേക്ക്. പുഞ്ചിരിമട്ടം സ്വദേശിനി രമ്യയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. രമ്യ ഈ ദുരന്തത്തെ തുടർന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. രമ്യ ഉപജീവന മാർഗം തേടുകയാണ്. അതുകൊണ്ട് രമ്യയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊരു സഹായം രമ്യയ്ക്ക് നൽകണം. രമ്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രമ്യ എന്താ ചെയ്തിരുന്നേ നേരത്തെ? തയ്യൽ മെഷീൻ തയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന്. ആ മെഷീനൊക്കെ പോയി, ഉള്ളുകൊട്ടിപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു മെഷീൻ കിട്ടണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ 24 കണക്റ്റിൻ്റെ സഹായം, ഒരു തയ്യൽ മെഷീൻ ഇപ്പോൾ ഇവർക്ക് സമ്മാനിക്കുകയാണ്. അപ്പോൾ ഗോപി, വിശദാംശങ്ങൾ. രമ്യയ്ക്ക് ഒരു സഹായമായിട്ട് തയ്യൽ മെഷീനാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നൽകിയ ഒരു വാർത്ത, അത് വിഷ്ണു എന്നൊരു യുവാവിനെ കുറിച്ചുള്ളൊരു വാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ നന്നാക്കുവാൻ സഹായം നൽകാനായി തിരൂർ ജപ്പാൻ സ്ക്വയർ മൾട്ടി ബ്രാൻഡ് മൊബൈൽ ഷോപ്പ് ഉടമ അലി ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിഷ്ണുവിനുള്ള സഹായം ഈ വേദിയിൽ കൈമാറും. അപ്പോൾ അലിയെയും വിഷ്ണുവിനെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഈ സന്തോഷം ഒന്ന് പങ്കിടണ്ടേ? സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഈ ഉപകാരം ചെയ്ത മൂപ്പരെ ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മളെ 24, പിന്നെ നമ്മളെ 24-ൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത സഹദ് എന്ന പുള്ളിയാണ് എൻ്റെ ഈ കഷ്ടപ്പാട് എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന്
എൻ്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നെ എൻ്റെ കൂടെ ഉണ്ടായ അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി പറയാനുള്ളത് 24 ചാനലിനോടാണ്. ഈ ചാനലിൽ പ്രോഗ്രാം കണ്ടിരുന്ന മക്കളാണ് ഈ സഹായധനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനിയുള്ളത് ചൂരൽമല സ്വദേശി രമേശാണ്. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ജൂലൈ 30 പുലർച്ചെ 4 മണി സമയത്ത് 20 മിനിറ്റിനോളം ഞാനും എൻ്റെ ഫാമിലിയും ഒരു വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ മരണത്തിനെ മുഖാമുഖം കണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഒരാളാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ നാട്ടുകാർ, സഹപാഠികൾ എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫ്ലവേഴ്സും 24 നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. ഉരുൾപൊട്ടലിൽ രമേശിൻ്റെ വീട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉപജീവനമാർഗ്ഗം ഒന്നുമില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ടൂറിസ്റ്റുകൾ വരാതെയായി. വയനാടെന്ന് പറഞ്ഞാൽ എന്തോ അപകടം പിടിച്ച സ്ഥലമാണെന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് പരന്നു. അതൊക്കെ നമുക്ക് മാറ്റണം. അങ്ങനെ ധാരണാപശയൊന്നും വേണ്ട. വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല. വയനാട് ജില്ലയിലെ 3 ഗ്രാമങ്ങൾക്ക് മാത്രമാണ് ഈ ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഈ ചൂരൽമലയിലെ രമേശിന് നമ്മളൊരു 2 വീലർ സഹായമായി കൊടുക്കുകയാണ്. ഈ 2 വീലർ അദ്ദേഹത്തിന് ലഭിക്കും. തീർച്ചയായിട്ടും 2 വീലർ താങ്കൾക്ക് ഞങ്ങൾ കൈമാറും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ വളരെയേറെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്ലയൻസ് ഉണ്ട്. അവരാണ് ശരിക്കും നമ്മുടെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി. അവർക്കൊരു ആദരം കൊടുക്കാനാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. രജീഷ് KR അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെനറ്റ് മെമ്പർ KUHS ഡോക്ടർ ഷാനവാസ് പള്ളിയാലിനെ ക്ഷണിക്കണം. ഡോക്ടർ ഷാനവാസ്, വെൽക്കം സർ. ഡോക്ടർ അനീഷ് ബഷീറിനെ കൂടെ ക്ഷണിക്കുന്നു. അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ടാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. 2 ഡോക്ടർമാരെയും. യെസ് ഭാരത് വെഡിങ് കളക്ഷൻസിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷിബു ഹസൻ, വാക്കറോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നൌഷാദ് വി, സഹായം 24-നെ ഏൽപ്പിക്കാൻ ഒരു പ്രേക്ഷക എത്തിയിട്ടുണ്ട്. ഏൽപ്പിക്കും. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അറിഞ്ഞിട്ട് ഈ ചടങ്ങിൽ വെച്ച് തന്നെ ഒരു ചെക്ക് എഴുതി 20,000 രൂപയുടെ ചെക്കുമായി ഒരു പ്രേക്ഷക വേദിയിലേക്ക് എത്തുകയാണ്. പ്ലീസ് കം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3 മാസം ആകാൻ പോകുന്നു. ഇവിടെ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന മിസ്റ്റർ സുധാകരൻ, അദ്ദേഹത്തിൻ്റെ അമ്മ തലേ ദിവസം മരണപ്പെടുകയാണ് ഉണ്ടായത്. അമ്മയ്ക്ക് പിന്നാലെ മകനും പോയി. ആ ഒരു ദുഃഖത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞ് അതൊക്കെ അതിജീവിച്ച് വരുമ്പോഴാണ് ഇങ്ങനെയൊരു വലിയൊരു ദുരന്തം വയനാടിന് ഉണ്ടായത്. ആ ദുഃഖത്തിൽ ഞാനൊരു ചെറിയ പങ്കാളിയാവുകയാണ്. സന്തോഷം. ഈ അവസരത്തിൽ നേരിട്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിലും പ്രത്യേകിച്ചും ഞാൻ 24-ൻ്റെ ഒരു പ്രേക്ഷകയാണ്. എല്ലാവരെയും ലൈവായിട്ട് കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് സാരജനെയാണ്. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും അനുജനെയും നഷ്ടപ്പെട്ട MCA വിദ്യാർത്ഥിയാണ്. കോയമ്പത്തൂരിൽ പഠിക്കുകയാണ്. ജ്യേഷ്ഠൻ ജിനോഷ് ഉണ്ട്, ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നതാണ്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാരജനുള്ള പഠന സഹായമാണ് ഇനി വേദിയിൽ വിതരണം ചെയ്യുന്നത്. പഠന സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എത്ര പഠിക്കാമോ അത്രയും പഠിക്കാം. ഓക്കെ സാർ, താങ്ക് യു 24 ഫ്ലവർ. ഇതിൻ്റെ കൂടെ ഞാനൊരു 5 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇവിടുത്തെ ലോക്കലാണ്. ഞാൻ ആർമിയിലാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലീവിന് വന്നതിന് ശേഷം, എമർജൻസി ലീവ് എടുത്ത് വന്നതിന് ശേഷം ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ആർമിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനത് താങ്ക് യു നിങ്ങളെല്ലാവർക്കും. വേദിയിലേക്ക് വിളിക്കുന്ന സന്ധ്യ ലെനിൻ. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ഉരുൾപൊട്ടലിൽ സന്ധ്യയ്ക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. ഈ 3 മക്കളുണ്ട്. ഈ ഒരു സ്റ്റോറി നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു 24-ലൂടെ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഈ മക്കളൊക്കെ പഠിക്കാണോ ഇപ്പോൾ? വലിയ മോൾ 9ാം ക്ലാസ്. വീട് പോയോ? വീടെല്ലാം പോയി. ഇപ്പോൾ ജീവിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ ഇപ്പോൾ ഏത് സ്കൂളിലൊക്കെ അയക്കുന്നത്? മേപ്പാടി സ്കൂളിൽ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ വിഷമിക്കേണ്ട. ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പെടുത്തിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് തൽക്കാലം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ 24 കണക്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. ഇപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. മറ്റ് സഹായങ്ങൾ ഇദ്ദേഹത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കും. താങ്കൾ വിഷമിക്കേണ്ട. താങ്കൾക്കൊപ്പം ഞങ്ങളുണ്ട്. മക്കളെ വിഷമിക്കേണ്ട കേട്ടോ. എന്താ പേര്? മോളുടെ പേരെന്താ?
ക്ലാസ്സിലാണ് പഠിക്കുന്ന മോള്? നമ്മളെ യഥാർത്ഥത്തിൽ ഈ മോള് ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഈ വെള്ളാർമല സ്കൂളിലാണ് ഇവള് പഠിക്കുന്നത്. ഇവള് എഴുതിയ കഥയിൽ 1-2 പരാമർശങ്ങളുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവചനമായിരുന്നു ഇവളുടെ കഥയിലെ ആ വരികൾ. നമ്മൾ നടുങ്ങിപ്പോയി. ഒരു കുട്ടി മനസ്സിൽ ഇതൊക്കെ ഉണ്ടാകുമോ? അവൾ പറയും ആ വരികൾ എന്തായിരുന്നു അവൾ നേരത്തെ കുറിച്ച് വെച്ചത്. എന്നാൽ ഇവള് കുറിച്ച് വെച്ചതിന് ശേഷം ഒരു ഉരുൾ വന്ന് ഈ വെള്ളാർമല സ്കൂളിനെ തന്നെ വിഴുങ്ങി എന്നതാണ് പിൽക്കാല ചരിത്രം നമ്മൾ കണ്ടത്. അവൾ എഴുതിയ 2 വരികളുണ്ടല്ലോ, ഞാനൊക്കെ തകർന്നു പോയ 2 വരികളത്. എല്ലാവരും ഇവിടം വിട്ട് പോയിക്കോളൂ, ഈ നദി നിങ്ങളെ കവർന്നെടുക്കും. ഇതോർത്തിട്ടല്ല, ഇങ്ങനൊന്നും വരുമെന്ന് ഓർത്തില്ല. ആ മോള് അതിൽ ഒരുപാട് വിഷമം വരുന്നുണ്ടെന്ന് തോന്നുന്നു അത് പറയുമ്പോൾ. എന്തായാലും ആ കഥ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതുമാണ്. നമ്മൾ അവളെന്നൊരു ഭാവനയിൽ നിന്ന് എഴുതിയതാണ്. പക്ഷേ അത് അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഫലിച്ചു. ഒരുപാട് മനുഷ്യർ മരിച്ചു. എൻ്റെ അച്ഛനും ഉണ്ടത്. ചേച്ചി പ്രണയിച്ച് വിവാഹം കഴിച്ച് വയനാട്ടിലെത്തിയ ആളാണ്, പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ലെനിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് അത് അവർക്ക് വളരെ ജീവനായിരുന്നു. ഞങ്ങൾ ശരിക്കും അവരുടെ വീട്ടിലെത്തുന്നത് അവരുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ലെനിൻ ചേട്ടൻ്റെ ഒരു പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ലെനിൻ ചേട്ടൻ ഒരുപാട് ഈ ടാറ്റു ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ആ ചേച്ചി തന്നെ പറയും ശരിക്കും എന്താണ് കഥ എന്നുള്ളത്. ടാറ്റു ഒത്തിരി ഇഷ്ടമായിരുന്നു. 5-6 ടാറ്റു ഉണ്ടായിരുന്നു ദേഹത്ത്. അപ്പോൾ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ വിട്ടുപിരിഞ്ഞ് നിന്നിട്ടില്ല. ഇപ്പോൾ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത ദൂരത്തേക്ക് പോയി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നോക്കുമ്പം എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നണം. അങ്ങനെ ഞാൻ ബത്തേരിയിലുള്ള മനോജ് എന്ന് പറഞ്ഞ ചേട്ടന്, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞു. ചേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പം ഇപ്പം എനിക്ക് മക്കൾക്കൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു ഫീല് വരുന്നു. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്താ വേണ്ടത്? വീടാണോ? വീടില്ല. ഇടവണ്ണൂരുള്ള ഒരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ സമീപനം, സ്ഥലം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മക്കളെയും കൊണ്ട് സുരക്ഷിതമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പം ഞാൻ ആ തന്ന സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്ഥലം ഇല്ലെങ്കിലും പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് സേഫായിട്ടിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ആ സന്തോഷപൂർവ്വം നിരസിച്ചു. ഇദ്ദേഹത്തിന് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ ഭാഗത്ത് 2 ടൗൺഷിപ്പുകൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടൗൺഷിപ്പുകളിൽ ഇവർക്കൊരു വീട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വീട് 24 വെച്ചു കൊടുക്കും. ഞങ്ങൾ വിഷമിക്കാതെ പോവുക, ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന ജനാവലി മുഴുവൻ താങ്കൾക്കൊപ്പമാണ്. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് നമ്മൾ ഈ സംപ്രേഷണം ചെയ്യുന്നത് കാണുന്ന ആളുകളും ഈ മകളുടെ കഥയെഴുത്തും എല്ലാം അവരുടെ മനസ്സിലുണ്ടാകും. ഒരു നൊമ്പരമാണ് ഇവളുടെ കഥ. പക്ഷേ ആ നൊമ്പരത്തിനപ്പുറം നമുക്ക് ജീവിച്ചേ പറ്റൂ. നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. സന്തോഷമായിട്ട് പോവുക, നമ്മളുണ്ട് കൂടെ.